ചികിത്സിക്കുന്നത് പോലെയാണ് പിന്മാറ്റം, ബാക്ക് സ്ലൈഡിങ് ഒരു രോഗമാണ്. അതുപോലെ തന്നെയാണ് സെക്ഷുവൽ അഡിക്ഷൻസുകൾ, അതൊരു രോഗമാണ്. അതിനെ എങ്ങനെ ചികിത്സിക്കും? അതിനകത്ത് ഞാനിങ്ങനെയാണ് അത് പറയുന്നത്, കമ്പൽസീവ് സെക്ഷുവൽ ബിഹേവിയർ എന്നൊരു തരത്തിൽ രോഗമുണ്ട്. ഞാനിത് പറയുന്നത് യൗവനക്കാർക്ക് വേണ്ടിയിട്ടാണ്, അപ്കമിങ് ലീഡേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിന്റെ ലൈഫ് ഫേമസ് അല്ല, ഇപ്പോൾ നീ ആരുടെ മുമ്പിൽ അറിയപ്പെടുന്നവനല്ല, എന്നാൽ നിന്റെ ഫ്യൂച്ചറിൽ ഫേമസ് ആകുമ്പോഴും ഈ പിശാച്, ഈ സ്വഭാവം നിന്റെ പുറകെ വരാൻ സാധ്യതയുണ്ട്. അതിനെങ്ങനെയാണ് അത് സംഭവിച്ചത്? എന്താണ് അതിൻ്റെ ഉത്ഭവം? യൗവനകാലത്തിൽ, ചെറുപ്പത്തിൽ മറ്റുള്ളവരാൽ മിസ്യൂസ്ഡ് ആയ ആളുകളാണെങ്കിൽ, മിസ്യൂസ് ചെയ്യപ്പെട്ട സം ഏരിയാസിൽ നിങ്ങൾ മിസ്യൂസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ പെർമിഷനോടല്ലാതെ നിങ്ങളുടെ ശരീരത്തോടോ നിങ്ങളുടെ ലൈഫിനോടോ മറ്റുള്ളവർ നടത്തിയ അപ്രോച്ചുകൾ ഒരു പക്ഷെ പിന്നീട് അതൊരു ട്രോമയായി മാറിയവർ ഉണ്ടാകാം. എന്നാൽ ചിലർ ചെറുപ്പം തന്നെ ചെയ്ത ചില പാപങ്ങൾ, ചില ബിഹേവിയർ, ചില ക്യാരക്ടർ ഡെവലപ്മെന്റ് ടൈമിൽ, സ്വഭാവ രൂപീകരണത്തിന്റെ ആ ഒരു ഏജ് ഫാക്ടർ ടൈമിൽ, ആ ഏജ് ടൈമിനകത്ത് ചെയ്ത കമ്മിറ്റഡായ ചില സ്വഭാവങ്ങൾ അവരെ വീണ്ടും ഇമ്പൾസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില ഇമ്പൾസസുകൾ സംഭവിക്കുന്നത് ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ, നല്ലൊരു ലൈഫിലേക്ക് കടക്കുമ്പോൾ അത് വല്ലാതെ പിശാച് അതിനെ ഇമ്പൾസ് ചെയ്യുവാൻ, അതിനെ പ്രേരിപ്പിക്കുവാൻ, അതിനെ ഇമ്പൾസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ഉദ്ദേശിക്കുന്ന ട്രാക്കിലേക്ക് എത്താതെ വണ്ണം നിങ്ങളെ നശിപ്പിച്ചു കളയുവാൻ ഈ പൈശാചികമാകുന്ന ഇൻഫ്ലുവൻസിന് കഴിയും. മോർ ദാൻ ദാറ്റ്, ഇതിനെങ്ങനെ വിജയിക്കാം ഈ മിനിറ്റിൽ ഞാൻ പറഞ്ഞു തീർക്കാം. ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. പഴയ ലൈഫുകളെ കട്ട് ചെയ്യുക, പല കണക്ഷനുകളെ കട്ട് ചെയ്യുക, പഴയ റിലേഷൻഷിപ്പിനെ കട്ട് ചെയ്യുക. ആ പാപത്തിലേക്ക് നിങ്ങൾ ട്രിഗർ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ മേഖലകളും യേശുവിന്റെ നാമത്തെ ഫെയ്ത്ത്ഫുള്ളി വിശ്വസിച്ചുകൊണ്ട്, കർത്താവ് എന്നെ വീണ്ടെടുത്തത് പിന്നെയും ആ ട്രാക്കിലേക്ക് പോകാനല്ല എന്നൊരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങൾക്കൊരു വേദനയായിരുന്നു. റിമെമ്പർ ദാറ്റ്, ആ ലൈഫ് നിങ്ങൾക്കൊരു വേദനയായിരുന്നു. വീണ്ടും വേദനയിലേക്ക് ചെല്ലാതെ വണ്ണം പുതിയതൊന്ന് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വാഗ്ദത്തത്തിന് വഴി തുറക്കട്ടെ. ഇത് കേൾക്കുന്നവരുടെ ലൈഫിൽ തന്നെ നിങ്ങൾ നാളെ പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിക്കപ്പെടേണ്ടവരാണെന്ന് ഉറച്ച ബോധ്യത്തോടെ, ഇപ്പോഴത്തെ നിങ്ങളുടെ ലൈഫ് അല്ല ഡിസൈൻ ചെയ്തത്, മറിച്ച് കർത്താവ് നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. കർത്താവ് നിന്റെ ടാലന്റുകളെ അനുഗ്രഹിക്കും, കർത്താവ് നിന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കും, നിന്റെ ജോലി അനുഗ്രഹിക്കും. അതിനാൽ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ ഐ എൻകറേജ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. ഇന്ന് വരെ സംഭവിച്ചതെല്ലാം മറന്നുപോയി കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുക. മകനെ, പുത്രത്തിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയ സൺഷിപ്പിനകത്തേക്ക് കയറുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ.